അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ സ്റ്റുഡിയോ പോയ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ, അതായത് ലോങ് വീഡിയോ ഇടാതെ സെപ്പറേറ്റ് 2 വീഡിയോ ആയിട്ട് ഇടാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പാർട്ട് ഇടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോന്ന് നേരെ ഇറങ്ങി ബിരിയാണിയൊക്കെ കഴിച്ച് പോയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വൈബിന് വേണ്ടിയിട്ട് നമ്മളെന്ത് കരിമ്പ് ജ്യൂസ് കഴിച്ചു കേട്ടോ. ഷുഗറുള്ള ഒരാളാണ് ഞാനെന്ന് ഓർക്കണേ. എൻ്റെ ഫ്രണ്ട് എനിക്ക് കരിമ്പ് ജ്യൂസാണ് വാങ്ങി തന്നിട്ടുള്ളത്. ഞാൻ അവളോട് മിണ്ടിയിട്ടില്ല കേട്ടോ. ഷുഗർ കൂടുതലാണെന്നോ കുറവാണെന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് നേരെ പോകുന്നത് നമ്മൾ നെസ്റ്റോക്കാണ് കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് എപ്പോഴും ഇങ്ങനെ ഇതുവഴി ബസ്സിൽ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ തിരൂർ ഇത്രയും വലിയൊരു കാര്യം നടക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നതാണ് ഞാൻ പറയുന്ന കാര്യം കേട്ടോ. ഈ ലുലു വരാൻ പോവുകയാണ് ഇവിടെ. ഫെബ്രുവരിയിലാണ് തോന്നുന്നു ലുലുവിൻ്റെ ഇനാഗ്രേഷൻ വരുന്നത്. അപ്പോൾ ലുലുയുടെ വീഡിയോ ഇങ്ങനെ എടുക്കണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും. നമ്മുടെ നാട്ടിലൊരു കാര്യം വന്നിട്ട് നെസ്റ്റോ ആണെങ്കിൽ ലുലു ആണെങ്കിൽ നമ്മുടെ നാടിങ്ങനെ വലിയ നാടായി മാറുകയാണല്ലേ. അങ്ങനെ നെസ്റ്റോക്ക് നമ്മൾ എത്തിയിട്ടോ. ഇനി അടുത്ത വീഡിയോ ലുലുന്ന് എടുക്കണം. എനിക്ക് വയ്യ പൊലിവ്. അങ്ങനെ നമ്മളിതാ നെസ്റ്റോയിലെത്തി. ഫസ്റ്റ് തന്നെ വീഡിയോ എടുക്കാനൊന്നും വേണ്ടെന്നൊരു ചമ്മലും ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നിട്ട്. നമ്മുടെ ഈ ആപ്പൽ ലോക്ക വീഡിയോ മൊബൈൽ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈഡ് പിടിച്ച് ആരും കാണാണ്ട് വീഡിയോ ഇങ്ങനെ എടുക്കണ്ടിട്ടാ. ഐശുവിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 പേരും കൂടെ ഡ്രസ്സ് എടുക്കാൻ നമ്മുടെ ഉദ്ദേശമെങ്കിലും ഡ്രസ്സ് എടുക്കാൻ വരുന്ന ആളുണ്ടല്ലോ, എൻ്റെ കൂടെയുള്ള ആളുണ്ടല്ലോ, ഡ്രസ്സല്ല എടുക്കുന്നത് കേട്ടോ. ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എന്നാലും പിന്നെ നമ്മൾ നെസ്റ്റോയിൽ കയറി കഴിഞ്ഞാൽ ആ ട്രോളി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ വാരി വലിച്ചിടാൻ തോന്നും. കയ്യിൽ കാശുണ്ടോയെന്നൊന്നും നമ്മൾ നോക്കില്ല, നമ്മൾ അങ്ങനെ ഇടും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ നേരെ മുകൾക്കാണ് പോകുന്നത്. ഡ്രസ്സ് അത്യാവശ്യം സമയം എടുക്കണം, നമ്മൾ പെണ്ണുങ്ങളാണല്ലോ. അപ്പോൾ ഡ്രസ്സ് എടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് വരാമെന്നും പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഇടയിൽ താഴെ ക്രിസ്മസ് ഓഫർ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ജസ്റ്റൊക്കെ നോക്കി. ഒരു 99 കുറേ ഓഫേഴ്സും ടവൽസും അതേപോലത്തെ പലാസ പെയിൻറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഡ്രസ്സിങ് സെക്ഷനിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കുറേ ക്യാഷ് കയ്യിലുണ്ടാവണം. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ഇഷ്ടമുള്ളത് മുഴുവൻ അങ്ങോട്ട് വാങ്ങിക്കൂട്ടണം. ഇൻഷാ അല്ലാഹ് എനിക്ക് മോണിറ്റൈസേഷനൊക്കെ ആയി നമ്മൾ വലിയ പണക്കാരും വലിയ യൂട്യൂബറൊക്കെ ആകുമ്പം എൻ്റെ കുട്ടികളെ കൂട്ടി പോയിട്ട് ട്രോളിയിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിടണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഡ്രസ്സിൻ്റെ സ്ഥലത്തെത്തിയിട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. റേറ്റും കുറവാണ്, വല്ലാണ്ട് കാശൊന്നുമില്ല. ഇത് ഏകദേശം ഒരു 600-500 ഒക്കെ താഴെ വരുന്ന ലോങ് ടോപ്സും കാര്യങ്ങളാണ്. നമ്മൾ കോട്ട് സെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും വല്ല റേറ്റിലൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ സാന്താക്ലോസും പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതൊക്കെ ആയിരുന്നു പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ പച്ചക്കറിയും ഒക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഒരുപാട് ഫ്രൂട്ട്സ് ഞാൻ കാണാത്ത പലതരത്തിലുള്ള ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇത് എപ്പോഴും നെസ്റ്റോയിൽ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്. എന്നാൽ കൂടി പ്ലം കേക്ക് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ദൈപ്പീർ ഇത് നല്ല ടേസ്റ്റാണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്കൊന്ന് വാങ്ങി നോക്കണം. പിന്നെ ആപ്പിളിൻ്റെ കുറേ വെറൈറ്റീസ്, ഗ്രീൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, കാശ്മീരി ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നേന്ത്രപ്പഴത്തിൻ്റെ ആണെങ്കിലും മുളകിൻ്റെ ആണെങ്കിലും എവിടെ നോക്കിയാലും ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ നേരെ പച്ചക്കറി സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കെയിലാണെന്ന് കരുതിയിട്ട് ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ്. അത് കെയിലാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മുടെ ബ്രൊക്കോളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സ്റ്റാൻഡേർഡ് ഐറ്റംസൊക്കെ സൈഡിലുണ്ടായിരുന്നു. ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി ഇവരൊക്കെ ഒന്ന് തൊട്ടു താല ഓടിപ്പോന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ മേടിക്കും ഒരു ദിവസം. അങ്ങനെ ഇതെന്തോന്നൊക്കെ പുല്ലും കഷ്ണങ്ങളൊക്കെ വിചാരിച്ചു ഞാൻ. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും. നമ്മളെന്തായാലും ഇതുവരെ ഈ സാധനമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതാണ്ടില്ല നമ്മളെ മലയാളിൻ്റെ ഒരു വലിയ ലീഫ്. പിന്നെ അവിടെ കണ്ട സാധനങ്ങൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും താഴേക്ക് ഇറങ്ങി പോവാണ്. വീഡിയോ ഇവിടെ കഴിഞ്ഞു കേട്ടോ.